ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചേരാപുഞ്ചി സേ ആയാ ഹൂँ എന്ന ഒരു യാത്രാ വൃത്താന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. പ്രദീപ് പന്ത് എഴുതിയ യാത്രാ വൃത്താന്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCom BBA കുട്ടികളുടെ ഗദ്യ ഗഗൻ എന്ന ടെക്സ്റ്റിലുള്ള ഒരു ചാപ്റ്ററാണ്. ആസ് യൂഷ്വൽ ചേരാപുഞ്ചി സേ ആയാ ഹൂँ എന്ന വീഡിയോ കാണുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചാപ്റ്റർ വായിക്കുന്നവരല്ല, നമ്മുടെ വീഡിയോയിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് തോന്നും. ദെൻ യു കം ടു ദിസ് സെഷൻ. So going straight to the essay type question, 10 mark question. चेरापूंजी से आया हूँ यात्रा वृत्तांत में चित्रित അനുഭവവും पर प्रकाश डालिए. एक्सपीरियंस ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. യാത്ര മാനവ് കോ നവീൻ അനുഭവ പ്രദാൻ करती है. എല്ലാ ട്രാവലും ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. और यात्रा वृत्तांत पाठकों को भी उस यात्रा के अनुभवों से परिचय कराती है. वहाँ की प्राकृतिक विशिष्टता, സാമാജിക് സംരചന, വഹാ കി സംസ്കൃതി ആദി സേ ഭി. അപ്പോൾ യാത്ര ഓരോ വ്യക്തിക്കും ഓരോ പുതിയ അനുഭവം നൽകുന്നത് പോലെ ആ യാത്ര എഴുതപ്പെടുമ്പോൾ ആ ഒരു യാത്രാ വൃത്താന്തം പാഠകവും കോഭി നമ്മളെപ്പോലെ വായിക്കുന്നവർക്കും ആ ഒരു അനുഭവം പകർന്നു നൽകുന്നു. ആ പ്രത്യേക സ്ഥലത്തിലെ പ്രാകൃതിക് വിശിഷ്ടത, അവിടുത്തെ നേച്ചറിൻ്റെ പ്രത്യേകതകൾ, അവിടുത്തെ സാമാജിക് സംരചന, അവിടുത്തെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണ്, വഹാക്കി സംസ്കൃതി, ആ പ്രത്യേക സ്ഥലത്തിലെ കൾച്ചർ എങ്ങനെയാണ്. ഓരോ സ്ഥലത്തും ഓരോരോ കൾച്ചറും ഓരോ രീതികളുമാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന വ്യക്തി ഇതെല്ലാം അനുഭവിക്കുന്നു. ആ ഒരു ട്രാവലോഗ്, ആ ഒരു യാത്രാ വൃത്താന്ത് വായിക്കുന്ന നമുക്കും ആ അനുഭവം പകർന്നു നൽകുന്നു. പ്രദീപ് പന്ത് ജി കാ യാത്രാ വൃത്താന്ത് चेरापूंजी से आया हूँ भी काफ़ी रोमांचकारी अनुभवों से भरा था, ജിസ്കാ വർണ്ണൻ വേ രോചക് ഢങ് സേ കർത്തേ ഹെ. ഡൽഹിയിൽ നിന്ന് പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ അട്രാക്റ്റീവായിട്ടുമാണ് ഈ മേഘാലയവും ആ സ്ഥലങ്ങളൊക്കെ തോന്നിയത്. ആ ഒരു നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട്. यात्रा वृत्तांत की सफलता ही इस बात पर निर्भर है कि उसे पढ़कर പാഠക് കോ ഉസ് ജഗ കി സേർ കർ ആനെ കി ഇച്ഛാ ജഗതി ഹെ. ഏതൊരു ട്രാവലോഗിൻ്റെയും സക്സസ് എന്താണ്? അത് വായിക്കുന്നവർക്കും അവിടെ പോകണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് മനസ്സിൽ ജനിക്കുക എന്നുള്ളത്. പ്രദീപ് പന്ത് ജി കാ മേഘാലയ के अंचल प्रदेश की यात्रा हमें कई तरह से मुग्ध कर गई, उसे यूँ क्रमबद्ध किया जा सकता है. അപ്പം നമ്മൾ ഈ എസ്സേനെ അല്പം സയൻറ്റിഫിക്കായിട്ട് തരംതിരിച്ചിട്ടാണ്. ഒന്ന് ഭൗഗോളിക് വിശിഷ്ടത. ഭൗഗോളിക് എന്ന് പറയുമ്പം ജിയോഗ്രഫിക്കൽ, അതിൻ്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് ആ ഏരിയയുടെ. പ്രാകൃതിക് വിശിഷ്ടത, അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടിയെ പറ്റി. സാമാജിക് സംരചന, അവരുടെ സൊസൈറ്റി, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്. സാംസ്കൃതിക് വൈഭവ്, അവിടുത്തെ കൾച്ചർ എങ്ങനെ, റിച്ച് കൾച്ചറാണോ, എന്തൊക്കെയാണ് അതിൻ്റെ കൾച്ചറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു 4 ബ്രോഡർ ഹെഡ്ലൈൻസിലായിരിക്കും നമ്മൾ ഈ എസ്സേനെ ഡിവൈഡ് ചെയ്യുന്നത്. ഭൗഗോളിക് വിശിഷ്ടത. ഭൗഗോളിക് വിശിഷ്ടത ഒന്നുകൂടെ പറയാണ് ജിയോഗ്രഫിക്കൽ പ്രത്യേകതകൾ. ആ ഭൂമി എങ്ങനെ കിടക്കുന്നു, അതിൻ്റെ വിശിഷ്ടത എന്താണെന്നുള്ളതാണ്. മേഘാലയ കാ ജ്യാദാതർ ഭൂഭാഗ് പർവ്വതീയ എവം വനപ്രദേശ് ഹെ. കൂടുതലും മേഘാലയയുടെ ഏരിയ മൗണ്ടേനിയസ് ആണ്, വനപ്രദേശമാണ്. വഹ മുഖ്യ രൂപ് സെ 3 പർവ്വതീയ അഞ്ചലോമേ ബട്ടാ ഹുവാ ഹെ. മെയിനായിട്ട് അത് 3 മൗണ്ടൻ ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. ഖാസി പർവ്വത്, ഗാരോ പർവ്വത് और जैंतिया पर्वत. और इन्हीं 3 पर्वतीय अंचलों से बने हैं മേഘാലയ के 5 ജില്ലേ. 5 ജില്ലകളാണ്. ഈ 3 മൗണ്ടേനിയസ് ഏരിയയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 5 ജില്ലകളും ഉണ്ടായിരിക്കുന്നത്. മേഘാലയ കാ വനക്ഷേത്ര ഖനിജ് വസ്തുവും സേ ഭി സമൃദ്ധ ഹെ. ഒരുപാട് മിനറൽസും ഉണ്ട് ആ ഒരു വനപ്രദേശത്ത്. മേഘാലയ की राजधानी शिलोंग भी हरा भरा पर्वतीय नगर है. पानी अधिक मात्रा में उपलब्ध होने के कारण बड़ी मात्रा में पनबिजली का उत्पादन होता है. इलेक्ट्रिसिटी പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്, കാരണം വെള്ളം. ഇതെല്ലാം ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തായിരിക്കുന്നത്. ഇപ്പോൾ മൗണ്ടൈനസ് ഏരിയ ആണ്, മഴ ഒരുപാട് പെയ്യുന്ന സ്ഥലത്ത് നാച്ചുറൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ വനപ്രദേശമാണ്. ചേരാപുഞ്ചി ഭി സമുദ്ര കി സതഹ് സെ കൊയ് 1300 മീറ്റർ ഊപ്പർ സ്ഥിത് ഹെ. ചേരാപുഞ്ചിയും സീ ലെവലിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇനി അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയെ പറ്റി പറയാം. പ്രാകൃതിക് വിശിഷ്ടത. मेघालय की प्राकृतिक सुंदरता में वन क्षेत्र, झरने, जलप्रपात तथा सुंदर पर्वत श्रृंखलाएं हैं, जिनमें हमेशा वर्षा, धूप और कोहरे की लुका छिपी चलती रहती है. മഴ, വെയിൽ, കൊഹറ, മഞ്ഞ്, ഈ 3 എണ്ണത്തിൻ്റെ ലുക്കാച്ചിപ്പി. ലുക്കാച്ചിക്കി എന്ന് വെച്ചാൽ ഒളിച്ചും പാത്തും. ചിലപ്പോൾ മഴ വരും, ഉടനെ വെയിൽ വരും, പിന്നെ മഞ്ഞ് വരും. അപ്പോൾ ഈ മേഘാലയക്ക് പ്രാകൃതിക് സുന്ദരത ഈ ഒരു കാര്യത്തിലാണ്.
ഒന്നാമത് വനക്ഷേത്രമാണ്, നല്ല ഡെൻസ് ഫോറസ്റ്റാണ്, ഒരുപാട് ഝർണയുണ്ട്, ജൽപ്രപാത്തുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്, അരുവികളുണ്ട്, വളരെ വളരെ മനോഹരമായ പർവ്വത ശൃംഖലകളാണ്. वहाँ कई सुंदर जलप्रपात भी हैं जो हमारा मन मुग्ध कर लेती है. जलप्रपातों में मौसमाई प्रपात काफ़ी सुंदर और लोकप्रिय है. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, അതിൽ മൗസ്മായി വളരെ ഫേമസ് ആണ്. दर्शक को केवल उन्हें निहारते रहने का ही नहीं बल्कि उसके जल कणों को नज़दीक से छू लेने का भी मन करता है. ദൂരെ നിന്ന് നോക്കാൻ മാത്രമല്ല, അതിൻ്റെ ആ വെള്ളത്തിനെ ഒന്ന് തൊടാൻ വരെ ആഗ്രഹം തോന്നും, കൊതി തോന്നും, അത്രയ്ക്ക് മനോഹരമാണ്. जाने कब से कितनी सदियों से इस प्रपात से पानी निरंतर झरता रहता है और वहाँ से पड़ोसी राज्य ബംഗ്ലാദേശ് दिखाई देती है. അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതം നോക്കണേ, ആ ഒരു മൗണ്ടൻ ഏരിയയിൽ നിന്ന് ബംഗ്ലാദേശ് കാണാം, നെയ്ബറിംഗ് കൺട്രി കാണാം. അപ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് ഒരു വലിയ അത്ഭുതമാണ്. മേഘാലയ സർക്കാർ ने उन जल प्रपातों तक जाने का कोई रज्जू मार्ग नहीं बनाया है और इसी कारण यहाँ के पर्यटक स्थल शांत एकांत सौंदर्य स्थल है जहाँ पर्यटकों की भीड़ के कारण अभी प्राकृतिक सुषमा प्रदूषित नहीं हुई है. അപ്പോൾ ഇതൊരു മെയിൻ പോയിന്റ്. ഈ മേഘാലയ ഗവൺമെൻറ് ഈ ജലപ്രപാത്, ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടി രജ്ജു മാർഗ് എന്ന് വെച്ചാൽ റോപ്പ് വേ, കയറ് കെട്ടിയിട്ടുള്ള റോപ്പ് വേ ഇല്ലേ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാണുന്നത്, അങ്ങനത്തെ റോപ്പ് വേ കെട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ റോപ്പ് വേ ഒക്കെ കെട്ടി അതൊരു ടൂറിസ്റ്റ് സെൻറ്റർ ആക്കിയിരുന്നെങ്കിൽ അവിടെ ഒരുപാട് പര്യട്ടക് വന്നേനെ, ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് അതിൻ്റെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി അങ്ങ് നഷ്ടപ്പെടുത്തിയേനെ. കുറേ ബിൽഡിങ്സും കെട്ടി, പിന്നെ കടകളും വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊല്യൂഷനും വരും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വളരെ മനോഹരമായ പ്രകൃതിയുടെ പച്ചയായ സൗന്ദര്യമാണ്. वहाँ की प्राकृतिक शिवलिंगें और मौसमाई गुफाएं प्रकृति के चमत्कार हैं. പിന്നീട് ആ യാത്രാവിവരണത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് ഗുഹകൾ, നാച്ചുറൽ കേവ്സ് ആണ് അവിടെ ഉള്ളത്. മോസ്മായി ഗുഫ, പിന്നെ ശിവലിംഗ്, പ്രകൃതിദത്തമായ ശിവലിംഗ്, മനുഷ്യർ നിർമ്മിച്ചതല്ല. ये गुफाएं मानव निर्मित नहीं हैं और गांव वाले निस्वार्थ भाव से उनका संरक्षण करते हैं. ആ ഗുഹകളിലേക്ക് കയറാൻ വേണമെങ്കിൽ ഗ്രാമീണർക്ക് ടിക്കറ്റൊക്കെ വെച്ച് ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ടൊക്കെ ഈടാക്കാം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ അവർ വളരെ നിസ്വാർത്ഥ ഭാവത്തോടെയാണ് ആ ഗുഹകളെ സംരക്ഷിച്ച് പോകുന്നത്. ഇനി അവിടുത്തെ സോഷ്യൽ സെറ്റപ്പ്, സാമാജിക് സംരചന. മേഘാലയ की सामाजिक संरचना में स्त्रियों को विशिष्ट स्थान दिया जाता है. സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അവരുടെ സൊസൈറ്റിയിൽ. क्योंकि वहाँ मातृसत्तात्मक व्यवस्था कायम है. സ്ത്രീ का वर्चस्व समाज में ज़्यादा है. സ്ത്രീക്കാണ് കൂടുതൽ വർച്ചസ്വ് മീൻസ് സ്ത്രീക്കാണ് വോയിസ് കൂടുതൽ, സ്ഥാനം കൂടുതൽ. पूरी पारिवारिक व्यवस्था മാതൃസത്താത്മക് ഹെ. മാതൃസത്താത്മക് എന്ന് വെച്ചാൽ മെറ്റേണൽ പവറാണ് കൂടുതൽ, അമ്മമാർക്കാണ് കൂടുതൽ സ്ഥാനം. ഭൂമി, ധൻ, സമ്പത്തി സബ് മാ സെ ബേട്ടി കോ മിൽത്തി ഹെ. ഭൂമി ആയാലും സമ്പത്തായാലും എല്ലാം അമ്മയിൽ നിന്ന് മകൾക്കാണ് പകർന്നു കൊടുക്കുന്നത്. अतः नारी शोषण की वैसी घटनाएं यहाँ नहीं होती जैसे कि राज्य के अन्य സ്ഥലോ में होता है. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ സ്ഥലത്ത് വളരെ കുറവാണ്, കാരണം സ്ത്രീകൾക്കാണ് മേൽക്കോയ്മ. माँ का बाजार कहलाए जाने वाले माइती बाजार भी यहाँ की सामाजिक संरचना का प्रतीक है. അതുപോലെ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു മാർക്കറ്റ് പ്ലേസ് മായിത്തി ബാസാർ, അത് സ്ത്രീകളുടെ ആ ഒരു സമൂഹത്തിലുള്ള വിലയാണ് കാണിക്കുന്നത്. അതാണ് അവരുടെ സോഷ്യൽ സെറ്റപ്പ്. തമാം ദുക്കാനോं पर स्त्रियां सौदा बेचती नजर आएंगी, बेहिचक बतियाती नजर आएंगी. മിക്ക കടകളിലും സ്ത്രീകൾ വിൽപ്പന നടത്തുന്നതും ബേഹിച്ചക്, ഒരു തടസ്സവും ഇല്ലാതെ സംസാരിക്കുന്നതും ഓപ്പണായിട്ട്. അപ്പോൾ സ്ത്രീകൾ അത്രയും ഓപ്പണായിട്ട് ആ സൊസൈറ്റിയിൽ നിലകൊള്ളണമെങ്കിൽ അവർക്ക് അത്രയും സ്ഥാനം സമൂഹം കൊടുക്കുന്നുണ്ട്. ഇനി സാംസ്കൃതിക് വൈഭവം, അവിടുത്തെ കൾച്ചറൽ ആസ്പെക്റ്റ് നോക്കാം. नृत्य एवं संगीत किसी भी संस्कृति का अभिन्न अंग है. खासियों का नोंग क्रेम नृत्य काफ़ी प्रसिद्ध है जो 5 दिनों का धार्मिक उत्सव के रूप में मनाया जाता है. നൃത്തം, സംഗീതം ഇതെല്ലാം അവരുടെ സൊസൈറ്റിയിൽ വളരെ പ്രബലമായിട്ട് ഉണ്ട്. स्त्री पुरुषों का सामूहिक नृत्य होता है. नृत्य और उत्सव के जरिए शांति और संपन्नता की कामना की जाती है. അവർ അടുത്ത വർഷത്തെ വിളവിന് വേണ്ടി സമാധാനമായിട്ടുള്ള ഒരു വർഷമാകണേ എന്നും പ്രാർത്ഥിച്ച് ഈ നൃത്തവും സംഗീതവും എല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു കൾച്ചറാണ്. जयंतिया पहाड़ियों में बेहरडेनखलाम नाम का उत्सव आयोजित किया जाता है.
इस प्रकार वहाँ की संस्कृति उत्सव धर्मी है. അവിടുത്തെ കൾച്ചർ ഒരു ഉത്സവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ്. माइती बाजार में अमीर और गरीब दोनों तरह की स्त्रियों का जाना उनकी संस्कृति का अंग है. പാവപ്പെട്ടവർ മാത്രമല്ല സമ്പത്തുള്ള വീടുകളിലെ സ്ത്രീകളും മായ്തി ബസാറിൽ പോവും. അത് അവരുടെ ഒരു കൾച്ചറാണ്. मौसमाई गुफाओं में प्रवेश के लिए टिकट न रखना भी उनकी सांस्कृतिक वैभव ही दर्शाता है. അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു മഹിമയാണ് കാണിക്കുന്നത്. എന്ത് അവർ ആ ഗുഹകളിൽ ടിക്കറ്റ് വെക്കാത്തത്. इस प्रकार हम पाते हैं कि प्रदीप पंत जी का यात्रा वृत्तांत चेरापूंजी से आया हूँ काफ़ी रोमांचकारी अनुभवों से भरा था, जिसका परिचय पाठक के बतौर हमें भी मिलता है. ചുരുക്കി പറഞ്ഞാൽ പ്രദീപ് പന്തിൻ്റെ ഈ ഒരു യാത്രാ വൃത്താന്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ അട്രാക്റ്റീവ് സ്ഥലമാണ്. അത് നമ്മളെയും പാഠക് എന്ന നിലയ്ക്ക് നമ്മളെയും അട്രാക്റ്റ് ചെയ്തു. നൗ മൂവിങ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് क्वेश्चन. माइती बाज़ार की क्या विशेषता है? माइती बाज़ार यानी माँ का बाज़ार मणिपुर की राजधानी इम्फाल में, और यही नहीं मणिपुर के हर नगर, कस्बे और गांव में इस प्रकार के माइती बाज़ार काफ़ी मात्रा में मिल जाएंगी, जो उनकी संस्कृति का अटूट हिस्सा है. അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഈ മായ്തി ബാസാർ. दोपहर होते ही स्त्रियां सिर पर सब्जी, कपड़ों तथा अन्य सामान टोकरी पर रख कर आ पहुंचती हैं बाजार. यहाँ किसी प्रकार का वर्ग भेद नहीं. अमीर और गरीब घरों की स्त्रियां इस मायती बाजार में मिल जाएंगी. അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. പാവപ്പെട്ടവരും പണക്കാരും എല്ലാം ഈ ബാസാറിൽ വരും. स्त्रियां यहाँ अपना एक निजी स्पेस का अनुभव करती हैं, तभी तो शायद इसे माँ का बाजार कहा जाता है. ഇപ്പോൾ സ്ത്രീകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ആ മായ്തി ബാസാറുകൾ. പല സ്ഥലത്തും ഉണ്ട് അവിടെ. അപ്പോൾ അതാണ് മായ്തി ബാസാർ. नेक्स्ट क्वेश्चन. मेघालय के 50% से भी कम गांवों में बिजली पहुंची है, इसका क्या कारण है? അപ്പോൾ ഇത്രയും മഴ പെയ്യുന്ന സ്ഥലം ഇലക്ട്രിസിറ്റിയൊക്കെ സുഖമായിട്ട് ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ 50% ഗ്രാമങ്ങളിൽ മാത്രമേ ഇതുവരെ ഇലക്ട്രിസിറ്റി എത്തിയിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? मेघालय में पनबिजली का उत्पादन बड़ी मात्रा में होता है, लेकिन वहाँ की अधिकतर भूभाग आदिवासियों के हाथ में है, और उनका तर्क है कि अगर सरकार उनकी भूमि में खंभे गाड़ कर बिजली के तार खींचना चाहती है तो बदले में उन्हें मुआवजा मिलना चाहिए. അവിടുത്തെ വനപ്രദേശമാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പം കൂടുതലും ആദിവാസികളിലാണ് ഭൂമി. അപ്പോൾ ആദിവാസികൾക്ക് അത്ര വിദ്യാഭ്യാസം കുറവാണ്. അവർ വിചാരിക്കുന്നത് സർക്കാർ കറണ്ട് വലിക്കുന്നത് ഞങ്ങളുടെ ഭൂമിയുടെ മുകളിൽ കൂടെ തൂണും നാട്ടി വലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടണം. സർക്കാർ കൊടുക്കുകയില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവിടുത്തെ ഗ്രാമങ്ങളിൽ വളരെ കുറച്ച് സ്ഥലത്തെ കറണ്ട് എത്തിയിട്ടുള്ളൂ. इसी कारण मेघालय में खपत से ज़्यादा पनबिजली का उत्पादन होता है. खपत എന്ന് വെച്ചാൽ യൂസേജിനേക്കാൾ കൂടുതൽ ഉത്പാദനം നടക്കും. उत्पादन प्रोडक्शन. അപ്പോൾ पनबिजली इलेक्ट्रिसिटी और 50% से कम गांवों में ही बिजली पहुंच पाई है. അതുകൊണ്ട് പകുതി ഗ്രാമങ്ങളും ഇരുട്ടിലാണ് ഇപ്പോഴും, ഇത്രയും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൂടി. नेक्स्ट क्वेश्चन. उत्तर भारतीय महिला और उसके सास के बीच टकराव का कारण क्या था? उत्तर भारतीय महिला ने लखनऊ विश्वविद्यालय में पढ़ते समय मणिपुरी युवक से विवाह किया था, और जब वह इम्फाल अपनी ससुराल आई तो उसने पाया कि घर की आर्थिक स्थिति अच्छी होने पर भी उनकी सास सिर पर टोकरा रखकर सामान बेचने जाती है. അപ്പോൾ ഒരു ലഖ്നൗവിൽ നിന്ന്, യു പിയിലെ ലഖ്നൗവിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. അവർ ലഖ്നൗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പം ഒരു മണിപ്പൂരി യുവാവായിട്ട് വിവാഹം കഴിക്കുകയും ഇംഫാലിൽ അവരുടെ ഇൻലോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവർ കാണുന്നത് എങ്ങനെയാണ്? അവർ കണ്ടത് എന്താണ്? അവരുടെ മദർ ഇൻ ലോ വീട്ടിൽ നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷേ ഉച്ചയായപ്പോഴത്തേക്കിന് തലയിൽ കൊട്ടയൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി എന്നും പറഞ്ഞ് മായ്തി ബാസാറിൽ പോക്കാണ്. അപ്പോൾ അവർക്കത് വളരെ കുറച്ചിലായിട്ട് തോന്നി. അവരതിനെ എതിർത്തു. അങ്ങനെ അവർ തമ്മിലൊരു ടെൻഷനായി, മദർ ഇൻ ലോയും അവരും തമ്മിൽ. लखनऊ से आई उस महिला को यहाँ की संस्कृति की जानकारी न थी. ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണ് മായ്തി ബാസാർ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. अतः उसने अपनी सास को मायती बाजार जाने से रोक दिया, और इस प्रकार दोनों के बीच टकराव हो गया. So now we'll move on to very short answer type question. 3 पर्वतीय अंचलों में बटा हुआ मेघालय, ये 3 पर्वतीय अंचल कौन कौन से हैं? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. मेघालय 3 पर्वतीय अंचलों में बटा है, खासी पर्वत, गारो पर्वत और जयंतिया पर्वत.
मेघालय की राजधानी का नाम ഓർത്തിരിക്കണം शिलोंग। लेखक प्रदीप पंत जी का परिचय उत्तर भारतीय महिला से कहाँ पर हुआ था? इम्फाल के कांचीपुर में स्थित मणिपुर विश्वविद्यालय के हिंदी विभाग में आयोजित एक साहित्यिक सम्मेलन में प्रदीप पंत जी का परिचय उस उत्तर भारतीय महिला से हुआ था. അപ്പോൾ മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സെമിനാറിനാണ് കണ്ടുമുട്ടിയത്. मणिपुर में स्त्रियों की स्थिति कैसी है? मणिपुर में महिलाओं की स्थिति उतनी अच्छी नहीं है. वहाँ पुरुष का बहुविवाह करना आम बात है. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആവല്. മേഘാലയയിൽ മാതൃസത്താത്മക വ്യവസ്ഥയാണ്, സ്ത്രീകൾക്ക് നല്ല സ്ഥാനമുണ്ട്. പക്ഷേ മണിപ്പൂരിൽ സ്ത്രീയോं की स्थिति उतनी अच्छी नहीं है. वहाँ पुरुष का बहुविवाह करना आम बात है. അവിടെ പോളിഗാമിയാണ്, പുരുഷൻ എത്ര സ്ത്രീകളെയും വേണം വിവാഹം കഴിക്കാം. कई बार स्टेटस सिंबल जैसा है. जो पुरुष जितनी ज़्यादा पत्नियां रख सके उसका समाज में उतना ही रुतबा है. എത്ര കൂടുതൽ ഭാര്യമാർ ഒരു പുരുഷൻ വെക്കുന്നോ അയാളുടെ സ്റ്റാറ്റസ് സിമ്പിൾ പോലെയാണ്. അതുകൊണ്ട് മണിപ്പൂരിലെ സ്ത്രീകളുടെ സ്ഥിതി അത്ര നല്ലതല്ല. കൺഫ്യൂസ്ഡ് ആവല്, ഇത് മണിപ്പൂരിലെ കാര്യമാണ് പറയുന്നത്. मेघालय में किस पर्वत प्रदेश के लोगों को समाज में सम्मान की दृष्टि से देखा जाता है? അപ്പോൾ അവിടെ 3 പർവ്വത് പ്രദേശ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഖാസി പർവ്വത്, ഗാരോ പർവ്വത്, ജയന്തിയ പർവ്വത്. അതിൽ തന്നെ ഒരു എല്ലാ സൊസൈറ്റിയിലും ഉണ്ടല്ലോ ഇങ്ങനെ ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും. അതുപോലെ ഇവിടെ ഖാസിയോങ്കോ മേഘാലയമേ സമ്മാൻ കി ദൃഷ്ടി സെ ദേഖാ. ഖാസി പർവ്വത്തിലെ പ്രദേശത്തിലെ ആൾക്കാരെ കുറച്ചുകൂടെ സ്റ്റാറ്റസ് കൂടുതലാണ്, സമൂഹത്തിൽ അവർക്ക് നിലയും വിലയും കൂടുതലാണ്. ഖാസി പർവ്വത്. ഗാരോ പർവ്വത്വാസി മൂൽ രൂപ് സെ കഹാ സെ ആയെ മാനെ ജാത്തെ ഹെ. ഗാരോ പർവ്വത്തിലെ ആൾക്കാർ എവിടെ നിന്നാണ് മെയിനായിട്ട് വന്നത്, അവരുടെ ഒറിജിൻ. गारो लोग मूल रूप से तिब्बत के एक प्रांत തോരുവ के निवासी माने जाते हैं. തിബ്ബത്തിൽ നിന്ന് വന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഖാസിക്കാർ മംഗോളിയ എന്ന് വന്നവരാണ്. അതെല്ലാം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഓർത്തിരിക്കണേ. ഗാരോ പഹാഡിയോं की सबसे ऊंची चोटी का नाम നോക്രേക്ക് ആണ്. പിന്നെ ഖാസിയോं का नृत्य का नाम നോങ്ക്രേം നൃത്യമാണ്. ജയന്തിയ പഹാഡിയോं का उत्सव, ഈ പേരുകളെല്ലാം അല്പം ബുദ്ധിമുട്ടാണ്. ജയന്തിയ പഹാഡിയോं का उत्सव ബേഡഹേൻ ഖലാമാണ്. പ്രദീപ് പന്ത് ജി കിൻ കിൻ കെ സാത്ത് മേഘാലയ കി സൈർ കെ ലിയെ നിക്കൽത്തെ ഹെ. ഒരു ജീപ്പിലാണ് അദ്ദേഹം പോയത്. ആരുടെയൊക്കെ കൂടെയാണ് പോയത്? സാങ്മ നാമക് ഒരു ഓഫീസറാണ്, സ്റ്റേറ്റ് ഓഫീസറാണ്. പിന്നെ സാങ്മയുടെ 2 സുഹൃത്തുക്കളും ആ ജീപ്പിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് പ്രദീപ് പന്ത് മടങ്ങി പോകുന്നത് എങ്ങോട്ടാണ്? ദില്ലിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഡൽഹിയിൽ വളരെ പൊല്യൂട്ടഡ് സ്ഥലമായത് കാരണം അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നും. ഈ യാത്ര കഴിഞ്ഞ് തിരിച്ച് ആ ഡൽഹിയിലോട്ട് തന്നെ പോകണമല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ഇത്രയും നല്ല പ്രകൃതി രമണീയമായ ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് സ്വച്ഛവായു ശ്വസിച്ചപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ച് ഡൽഹി പോകാൻ തന്നെ വളരെ വിഷമമായിരുന്നു. ഓക്കെ, നമുക്കിനി ഈ ടെക്സ്റ്റിൽ വി ഹാവ് ലെഫ്റ്റ് ഓൺലി 1 more chapter, that is സബ്സെ ബഡാ ആദ്മി. ഐ വിൽ ട്രൈ ടു അപ്ലോഡ് ഇറ്റ് ആസ് സൂൺ ആസ് ഐ ക്യാൻ.